ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചിരിയും ചില സമയത്ത് ഒരു ആയുധമാണല്ലേ. അത് മനസ്സിലായത് ശരിക്കും ഇന്നലെയാണ്. കുറേ അധികം പേർക്കെങ്കിലും ഇന്നലെ അത് മനസ്സിലായിട്ടുണ്ട്. ഒരു ചിരി മൂർച്ചയുള്ള ഒരു ആയുധം നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നതിന് തുല്യമാണെന്ന് ഇന്നലെ ആർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും രമേശ് നാരായൺ സാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. MT സാറിൻ്റെ 9 തിരക്കഥകൾ ചേർന്ന ചലച്ചിത്രങ്ങളുടെ ഒരു ആന്തോളജി വരുന്ന 15-ന് റിലീസാവുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ മനോരഥങ്ങൾ എന്ന ഒരു പരിപാടിയായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ അവതാരക ജുവൽമേരി ആയിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ രമേശ് നാരായൺ സാർക്ക് മെമൻറ്റോ കൊടുത്തത് ആസിഫ് അലിയാണ്. അപ്പോൾ ആസിഫ് അലി കൊടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു കുറവായിട്ട് തോന്നി. ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു നടനാണോ എനിക്ക് ഈ മെമൻറ്റോ തരേണ്ടത്? ഞാൻ എത്ര സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ എത്ര പ്രശസ്തനായിട്ട് സംഗീതജ്ഞനാണ്, അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇയാളാണോ മെമൻറ്റോ തരേണ്ടത് എന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും അദ്ദേഹം ചിന്തിച്ചു. ഉറപ്പായിട്ടും അത് അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, അവിടെ സംഭവിച്ച ചില സംഘാടന പിഴവിന്റെ ഭാഗമായിട്ടുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചതാണ്, അല്ലാതെ ആസിഫ് അലിയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ജുവൽമേരി പറയുന്നത് സംഘാടന പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ്. അവതാരകയായിട്ടുള്ള ജുവൽമേരിക്ക് കൊടുത്ത ലിസ്റ്റിൽ രമേശ് നാരായൺ സാറിന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹം പാർട്ടായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരും മറ്റ് ആൾക്കാരും നടീനടന്മാരും എല്ലാം മെമൻറ്റോ വന്ന് സ്റ്റേജിൽ വന്ന് സ്വീകരിച്ചു പോയതിന് ശേഷമാണ് ഇതിൽ സംഗീതം നിർവഹിച്ചിട്ടില്ല, രമേശ് നാരായൺ സാർക്ക് മെമൻറ്റോ കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റിലില്ല എന്ന് മനസ്സിലാവുകയും പിന്നീട് പേര് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അവതാരകയായിട്ടുള്ള ജുവൽമേരിക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് പറയാൻ കഴിഞ്ഞില്ല. രമേശ് നാരായൺ എന്നുള്ളത് സന്തോഷ് നാരായൺ എന്ന് പറയുകയും അതിൽ അദ്ദേഹം അസ്വസ്ഥനാവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അവരത് തിരുത്തി പറഞ്ഞു, രമേശ് നാരായൺജിക്ക് പിന്നെ ആസിഫ് അലി മെമൻറ്റോ കൊടുക്കുന്നു എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ആസിഫ് അലി ഇരുന്നിരുന്നത്. ഇദ്ദേഹത്തിന് കാല് സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറി സ്റ്റെപ്പൊക്കെ കയറി സ്റ്റേജിലെത്തി മെമൻറ്റോ വാങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്റ്റേജിലേക്ക് വിളിക്കാതെ ആ സദസ്സിൽ തന്നെ ഇരുന്ന് ആ സദസ്സിൽ തന്നെ തൊട്ടടുത്തിരുന്ന ആസിഫ് അലിയെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് മെമൻറ്റോ കൊടുപ്പിച്ചത്. അതായത് വലിയൊരു പ്രോഗ്രാം ആവുമ്പോൾ ഓരോ നിമിഷത്തിനും വിലയുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയനഷ്ടം കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അടുത്തിരുന്ന ഒരാളെ കൊണ്ട് ഇനി ആരെ എന്ന് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം തൊട്ടടുത്ത് ആസിഫ് അലി ഇരിക്കുന്നതാണ്, അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ കൊടുക്കാമെന്ന് സംഘാടകർ തീരുമാനിക്കുകയും അത് മൈക്കിലൂടെ അവതാരകയായിട്ടുള്ള ജുവല് പറയുകയും ചെയ്തു. ആസിഫ് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി ആ മെമൻറ്റോ ഇദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. പക്ഷേ അത് വാങ്ങിയ ശേഷം ആസിഫിന്റെ മുഖത്തേക്കൊന്ന് നോക്ക് പോലും ഇദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം. കാരണം ഇത്രയധികം സീനിയർ ആയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ ഇങ്ങനെ ചെയ്തത് വളരെ ലജ്ജാകരം തന്നെ എന്ന് പറയേണ്ടി വരും. പിന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കുന്ന ഒന്നാണെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പെരുമാറിയത് വളരെ, അദ്ദേഹത്തിന് എന്തൊക്കെ അപമാനങ്ങൾ ആ സ്റ്റേജിലുണ്ടായാലും അത് തീർക്കേണ്ടത് ആസിഫ് അലിയോടായിരുന്നില്ല. അത് തന്നെയാണ് ജുവൽമേരിയും പറയുന്നത്. ഞാനാണ് തെറ്റ് ചെയ്തത്, സംഘാടകരാണ് പിഴവ് ഉണ്ടാക്കിയത്, അപ്പൊ അവരോടാണ് ദേഷ്യം വേണ്ടിയിരുന്നത്. ഒന്നും ചെയ്യാത്ത നിരപരാധിയായിട്ടുള്ള ആസിഫ് അലിയോട് ആയിരുന്നില്ല ആ ദേഷ്യം തീർക്കേണ്ടത്. അദ്ദേഹം പറയുന്ന ആ ദേഷ്യം അപ്പോൾ ഒരു അസ്വസ്ഥതയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്, അല്ലാതെ ആസിഫ് അലിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, ആസിഫ് അലി എനിക്ക് ഇഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആസിഫ് അലിയുടെ നിന്ന് വാങ്ങിയ ആ മെമൻറ്റോ അദ്ദേഹം ജയരാജിനെ വിളിച്ചിട്ട് ജയരാജിനെ ഏൽപ്പിക്കുന്നു. ജയരാജൻ അത് വീണ്ടും രമേശ് നാരായൺ സാർക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ജൂനിയർ ആയിട്ടുള്ള ഒരാളല്ല, ഇതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ചില വ്യക്തികളാണ് എനിക്ക് മെമൻറ്റോ തരേണ്ടത്, അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കൂ. ഈ ഇവിടെ കൂടിയിരിക്കുന്നവരും സംഘാടകരും അവതാരകയൊക്കെ അത് മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സൂചന കൂടിയാണ് അതിലൂടെ അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകിയത്. എന്തു തന്നെയായാലും അത് വലിയ വിവാദമായി മാറി. ആസിഫ് അലിയുടെ ആ ചിരി ഒട്ടേറെ പേര് ഏറ്റെടുത്തു. കാരണം അങ്ങനെയുള്ളൊരു മുഹൂർത്തത്തിൽ, കാരണം അത്രയും വലിയ സദസ്സിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ മുഖത്തുണ്ടായ നിറപുഞ്ചിരി അദ്ദേഹത്തിനെ എത്രയോ മഹാനായി മാറ്റി. രമേശ് നാരായൺ സാറിനെക്കാട്ടിലും എത്രയോ മഹാനായി മാറ്റി ആ ഒരു നിമിഷം. അതാണ് ചിലപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ചിരി
ഒരു സൂചിമുനയായിട്ട് അല്ലെങ്കിൽ ഒരു കുന്തമുനയായിട്ട് ഈ രമേശ് നാരായണൻ സാറിന്റെ നെഞ്ചിലാണ് ശരിക്കും തറച്ചത്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോസും ഓരോ കമന്റ്സും കണ്ടാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ച ഒരു ആയുധമായി മാറി ആസിഫ് അലിയുടെ ചിരിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും വൈകാതെ അദ്ദേഹം ഒരു ക്ഷമാപണമായിട്ട് രംഗത്ത് വന്നത്. ഞാൻ ആസിഫ് അലിയെ അപമാനിക്കാൻ ശ്രമിച്ചതല്ല, എൻ്റെ അപ്പോഴത്തെ ആ ഒരു കൊണ്ട് ഞാൻ ചെയ്തതാണ്, അല്ലാതെ ആസിഫ് അലിയോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നത്. ആ ആയുധം, ആസിഫ് അലിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി എന്ന ആയുധം കറക്റ്റായിട്ട് ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എത്ര മഹാനായിട്ടുള്ള വ്യക്തികളായാലും ചില നിമിഷങ്ങളിൽ വളരെ ചെറുതായി പോകും, തീരെ ചെറുതായി പോകും. അങ്ങനെ അദ്ദേഹം ചെറുതായ ഒരു നിമിഷമായിരുന്നു ഇന്നലെ. അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞു കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്നലെ ഒറ്റ ദിവസം സോഷ്യൽ മീഡിയ പത്രമാധ്യമങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ മനുഷ്യനെ എത്രമാത്രം ചെറുതായി പോയി ആസിഫ് അലിയുടെ ചിരിക്ക് മുന്നിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനിടയ്ക്ക് ചില ആളുകൾ ഇതിനിടയിലേക്ക് വർഗീയത കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങാൻ അദ്ദേഹം മടിച്ചത് എന്നുള്ള തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഒരു കൂട്ടം വിഷജന്തുക്കളുണ്ട്. എന്ത് പരിപാടി നടന്നാലും എന്ത് പ്രശ്നം നടന്നാലും അതിനിടയ്ക്ക് മതവും ജാതിയും വർഗീയതയും രാഷ്ട്രീയവും കലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, അതിനിടയിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ കുറച്ച് ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങിയ സമയത്താണ് ഇദ്ദേഹം കറക്റ്റായിട്ട് ആസിഫ് അലിയോട് മാപ്പ് പറയുന്നതും അതുപോലെ തന്നെ ആസിഫ് അലി ഇതിനോടൊന്നും പ്രതികരിക്കാതെ മൗനം ആയിട്ടിരുന്നതും. അപ്പൊ നല്ലൊരു കാര്യമാണ്. അല്ല രണ്ട് തലക്കിൽ നിന്നും ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു അബദ്ധവാക്ക് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിവാദമായി മാറിയാണ് ഇന്നലെ. നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒക്കെ കുത്തി കയറ്റിയിട്ട് വലുതായി വലിയ വഷളായി മാറുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ശ്രമം ഇന്നലെയും നടന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ചില മീഡിയാസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു തലത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചു ബോധപൂർവം. പക്ഷെ അത് എന്തുകൊണ്ടോ നടന്നില്ല. ലീഡിങ് മീഡിയാസ് ഒന്നും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശം നടക്കാതെ പോയി. ഇത് ഭയങ്കരമായിട്ട് കത്തിച്ച് നിർത്താൻ ശ്രമിച്ചതും നടക്കാതെ പോയി. അതിൻ്റെ കാരണം കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് വലിയൊരു ഇതായി മാറാതിരിക്കാൻ ഇനിയെങ്കിലും ഇദ്ദേഹം മനസ്സിലാക്കുക. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്, അതിൽ വലിപ്പച്ചെറുപ്പോ സീനിയോറിറ്റിയോ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ തലത്തിലുള്ള കലാകാരന്മാരായിട്ടുള്ള ആളുകളായാലും ശരി, ഏതെങ്കിലുമൊക്കെ രംഗത്ത് അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ആളുകളായാലും ശരി, അവർക്കൊക്കെ ചില ആളുകൾക്കൊക്കെ ഒരു ഈഗോ ഉണ്ട്. ഞങ്ങൾക്കൊരു മെമൻറ്റോ തരുമ്പോഴോ ഞങ്ങളെ ആദരിക്കുമ്പോഴോ ഒക്കെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളായിരിക്കണം ഞങ്ങളെ ആദരിക്കേണ്ടത്, ഞങ്ങൾക്ക് മെമൻറ്റോ തരേണ്ടതെന്ന് ചിന്തിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അതുപോലെ ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റ് കിട്ടണം, ജൂനിയർ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. ചില ആളുകൾ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല, ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല. നമുക്ക് മിക്ക മേഖലകളിലും അങ്ങനെയൊക്കെ സീനിയോറിറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് മറച്ചു വെക്കാതെ അത് മുഖത്തും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെയും പ്രകടിപ്പിച്ചു. പക്ഷെ പ്രകടിപ്പിച്ച ആരോടാണ് പ്രകടിപ്പിച്ചത് എന്നുള്ളത് കൂടിയാണ് അവിടെ ചിന്തിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഇഷ്ടക്കുറവ് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ജോൽമേരി പറഞ്ഞ പോലെ അവതാരകയോടോ സംഘാടകരോടോ ആവാമായിരുന്നു. അതിന് പകരം നിരപരാധിയായിട്ടുള്ള ആസിഫ് അലിയോടാണ് ചെയ്തത് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്.